ചിലപ്പോൾ രോഗിയേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്നത് രോഗിയെ നോക്കുന്ന ആളാണ്. ഞാൻ പലപ്പോഴും പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ട് കിടപ്പ് രോഗികളെ വീട്ടിൽ പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാവരും രോഗിയെ കുറിച്ചല്ലേ ചോദിക്കാറുള്ളത്. നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ അവരുടെ അവസ്ഥയെ കുറിച്ചല്ലേ ചോദിക്കാറുള്ളത്. ഒരിക്കലും നമ്മൾ അവരെ പരിചരിക്കുന്ന ആളെ കുറിച്ച് ചോദിക്കാറില്ല. വർഷങ്ങളായിട്ട് രാത്രി ഉറങ്ങാതെ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ സ്വന്തം ആരോഗ്യം പോലും മറന്ന് ആ ആളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവൂലേ അവരുടെ ചുറ്റും. അവരുടെ ജീവിതം മുഴുവൻ ആ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മാറിപ്പോകുന്നുണ്ടാവും. ആ നോക്കുന്ന ആൾക്കും ശരീര ക്ഷീണം ഉണ്ടാവും, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു രോഗിയെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ആ രോഗിയെ നോക്കുന്ന ആൾക്കാരോട് പറയും, ആ ജ്യൂസ് കൊടുക്കുന്നതാ നല്ലത്, ഇങ്ങനെ കിടത്തുന്നതാ നല്ലത്, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നൊക്കെ. പക്ഷേ നമ്മൾ ആ ഒരു ഉപദേശം കൊടുക്കുന്നതിന് മുന്നേ ഒരു നിമിഷം ആലോചിക്കുക. നമ്മൾ ഈ പറയുന്ന ആള് കുറേ വർഷങ്ങളായിട്ട് ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ തന്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടായിരിക്കും ആ രോഗിയെ നോക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ ഉപദേശിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് അവിടെ ഒരു കൈത്താങ്ങാണ് ആവശ്യം. നമ്മൾ അടുത്ത തവണ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ രോഗിയോട് മാത്രം കാര്യങ്ങൾ ചോദിക്കരുത്. അടുത്ത് നിൽക്കുന്ന ആളോടും ചോദിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ. ഇനി നമ്മളെ അടുത്ത റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ പറയാം, നിങ്ങൾ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായോ, നിങ്ങളൊന്ന് പോയി വിശ്രമിച്ചോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന്. അങ്ങനെ ഒരു വാക്ക് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാക്കും. അപ്പൊ ഇനി ഓർക്കണം, രോഗിയെ പരിചരിക്കുന്ന ആ മനുഷ്യരും പരിചരണം ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന്. അവരെയും നമ്മൾ കാണണം, അവരുടെ പ്രശ്നങ്ങളും നമ്മൾ കേൾക്കണം, അവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം ഒരു രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ മനുഷ്യൻ തകരാതിരിക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്.